ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഈസ് മീ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ മൂവി റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് കാണുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മൂവി റിവ്യൂ ആണ്. ഈ മൂവി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ നിവിൻ ബ്രോയും ഡാൻ ബ്രോയും കൂടിയുള്ള ഒരു കോംബോ സെറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ നിവിൻ ബ്രോയുടെ ആക്ടിങ് പൊളിയായിരുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ ആക്ടിങ്, ആ സീക്വൻസ്, അതേപോലത്തെ നല്ല നല്ല സീക്വൻസ് ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ ധ്യാൻ ബ്രോയുടെ ആക്ടിങ് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് ഓവറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ റോൾ അങ്ങനത്തെ റോളാണ്, കുറച്ച് ഓവർ ആക്ടിങ് കൊടുക്കത്തക്ക റോളാണ്. അപ്പം അങ്ങനെ ചെയ്തല്ലേ പറ്റൂ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ബാക്കി നോക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് അനശ്വര രാജനാണ്. ഇടയ്ക്കൊക്കെ വന്നു പോയി, വലിയ റോളൊന്നും ഇല്ല, ചെറിയൊരു സ്ക്രീൻ ടൈം മാത്രമേ അനശ്വര രാജന് വരുന്നുള്ളൂ ഇതിൽ. ഇപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ നന്നായിട്ടൊക്കെ പോയി, സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ നൈസായിട്ട് ഒരു ആട് ജീവിതം ട്രാക്കിലോട്ട് കയറിയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിലൊരു സീക്വൻസ് ഉണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ മത തീവ്രവാദം, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ജസ്റ്റ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതല്ലേ ഇപ്പോൾ തോന്നി. കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഒരു സീരിയസ് അപ്രോച്ച് കൊടുത്ത് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു സീക്വൻസ് എന്തായാലും നല്ലവണ്ണം ചെയ്തെടുക്കാൻ പറ്റിയേനെ എന്ന് കണ്ടുവന്നപ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നും ഈ സിനിമ കൊള്ളാം, ചില സമയം തോന്നും ഈ സിനിമ അത്ര പോരാ, അത്ര ഒരു ഇത് ചില സമയം തോന്നും കൊള്ളാം, പൊളി, നല്ല നല്ല വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ്, പൊളി, നല്ല ആക്ടിങ് കാര്യങ്ങളൊക്കെ തോന്നും. എന്താ ഇപ്പോൾ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രാഫില്ല, ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ഇറക്കും, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും, പിന്നെ ഇങ്ങനെ ഇറക്കും, അങ്ങനത്തെ രീതിക്ക് തോന്നി. ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ കൊള്ളാം, പൊളിയാണ്, നമുക്ക് കണ്ടിരിക്കാൻ ജസ്റ്റ് സമയമൊന്നും പോകത്തില്ല, ബോറടിക്കത്തില്ല, ജസ്റ്റ് കണ്ടിരിക്കാൻ കൊള്ളാം. സലീം കുമാരേട്ടൻ്റെ ഒരു കുറച്ച് സീക്വൻസ് ഉണ്ട്, അതൊക്കെ പൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കയുടെ കുറച്ച് സീക്വൻസ് ഉണ്ട്, അതൊക്കെ ചിരിക്കാൻ വേണ്ടി പൊളിയാണ്. അതൊക്കെ ഒരുപാട് ചിരിക്കാറുണ്ട്. ആ ഒരു ഷൈൻ ടോം ചാക്കൊക്കെ വരുമ്പോൾ കുറച്ചേ ഉള്ളൂങ്കിലും ഒരുപാട് നമുക്ക് ചിരിക്കാറുണ്ട്. പിന്നെ തെയ്യമുണ്ട്, അതൊക്കെ നല്ലവണ്ണം മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം പറയുകയാണെങ്കിൽ നല്ലവണ്ണം മേക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് സിനിമ. അപ്പോൾ ഇതിൽ പാകിസ്ഥാനായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഒക്കെ പൊളിയായിരുന്നു. ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ നിവിൻ ബ്രോയും ധ്യാൻ ബ്രോയാണ് കോംബോ. ഇതിൽ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നിവിൻ ബ്രോയ പാകിസ്ഥാനിയായിരുന്നു കോംബോ ആകുന്നത്. അപ്പോൾ ആ സീക്വൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. ആ ഒരു സീക്വൻസ് ഒക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ BGM ഒക്കെ സെറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ മൂവി കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാം, ജസ്റ്റ് കണ്ടിരിക്കാൻ കൊള്ളാം, ജസ്റ്റ് വൺ ടൈം വാച്ച്, ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മൂവി ജസ്റ്റ് ഒരു കയറ്റം വരെ ഇറക്കം വരും, അങ്ങനെ കൊള്ളാം. മിക്ക നല്ല സീക്വൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല നല്ല സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കൊള്ളാം. പിന്നെ ടെക് റിലേറ്റഡ് വീഡിയോസ്, ഇതേപോലത്തെ മൂവി റിവ്യൂസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. വേറെ ഒന്നും പറയില്ല. ദിസ് ഈസ് മീ, അത് സൈനിങ് ഔട്ട്. Over the edge, feel like I'm floating through the air.